Hello everyone, welcome back to our channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ നല്ല രീതിയിൽ നമുക്ക് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നുണ്ടാവും. ചിലർക്കൊക്കെ അത് ബ്രേക്ക് ആയിട്ട് പോകുന്നുണ്ടാവും, ചിലർക്ക് ഇപ്പോഴും നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാം എങ്ങനെയാണ് ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതെന്ന്. ഫസ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നത് ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ കമ്മ്യൂണിക്കേഷൻ ഫുള്ള് നമുക്ക് ഫോൺ വഴിയും ഉണ്ടാവുക. നമുക്ക് നേരിട്ടൊന്നും പെട്ടെന്ന് അങ്ങനെ കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിക്കോളണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ദിവസം ഒരു 2 നേരം അവരെ വിളിക്കുക. അതുപോലെ തന്നെ അവർ വിളിക്കുമ്പോൾ തന്നെ നിങ്ങൾ അപ്പം തന്നെ കോൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അവരുമായി നല്ല രീതിയിലുള്ളൊരു കമ്മ്യൂണിക്കേഷനിൽ ഏർപ്പെടുക എന്നതാണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. ദിവസം ഒരു 2 നേരമൊക്കെ വിളിക്കുന്ന എപ്പോഴും നല്ലതായിരിക്കും. എന്നിട്ട് ഇന്നുണ്ടായ കാര്യങ്ങളൊക്കെ നിങ്ങൾ അവരോട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ ഇന്നുണ്ടായ കാര്യങ്ങളൊക്കെ നിങ്ങളും ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ള രീതിയിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ നിങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും. സെക്കൻഡ് പോയിന്റ് ആയിട്ട് വരുന്നത് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ കാരണം ഒരുപാട് ദൂരമാവല്ലോ നിങ്ങൾ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ എന്നൊന്നും നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല. എങ്കിലും നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ അവരെ പോയി കാണുക. അതുപോലെ തന്നെ അവരുമായി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ശ്രമിക്കുക. അതുമല്ലെങ്കിൽ നിങ്ങൾ ഇനി കോൾ ചെയ്യുന്ന ടൈമിൽ മീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ട് എന്നുള്ള ഒരു രീതിയിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലാനിനെ കുറിച്ച് സംസാരിക്കുക. നമുക്ക് ഇന്ന സ്ഥലത്ത് പോകണം, അതുപോലെ തന്നെ നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന സാധനങ്ങൾ വാങ്ങിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ പ്ലാൻ ചെയ്ത് വെക്കുക. ഈ ഒരു പോയിന്റും നല്ല രീതിയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നും. തേർഡ് പോയിന്റ് ആയിട്ട് വരുന്നത് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിന് ഏതെങ്കിലും രീതിയിലുള്ള ഗിഫ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവരെ സർപ്രൈസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് കേട്ടോ. ഈ റിലേഷൻഷിപ്പിൽ വരുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾ വളരെ നല്ല രീതിയിൽ ഹാപ്പി ആവുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആവുന്നത് ഇതേപോലെ തന്നെ ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലൊക്കെയാണ്. അപ്പോൾ ഈ കാര്യങ്ങളും കൂടി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റും. നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നത് നിങ്ങൾ ഇൻറ്റിമസി കൊണ്ടുവരാൻ ശ്രമിക്കുക നിങ്ങളുടെ റിലേഷനിൽ. ഇപ്പോൾ നിങ്ങളുടെ ഇങ്ങനത്തെ ഒരു റിലേഷൻ ആയതുകൊണ്ടും നിങ്ങളുടെ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ടും നിങ്ങൾ ഈ ഫോൺ വഴി ഒക്കെ ഈ ഒരു ഇൻറ്റിമസി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുത്താൻ ശ്രമിക്കുക. ഇതും നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുമ്പോട്ട് വളരാൻ ഒരുപാട് യൂസ്ഫുൾ ആകും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഈ പോയിന്റ് ഒക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് റിലേഷൻഷിപ്പ് എസ്പെഷ്യലി ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഒക്കെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്ന റിലേഷൻഷിപ്പ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പോയിന്റ് ഒക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് കാണാനായിട്ട് പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കൂടുതൽ കാണാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ താങ്ക് യു.